വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു വ്ളോഗ് തന്നെയാണ്, നമ്മൾ ശനിയാഴ്ച എടുത്തിട്ടുള്ള വ്ളോഗാണ് ഇത്. അപ്പോൾ അന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു, മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അന്നത്തെ കുറച്ച് കുക്കിങ്ങും അതേപോലെ തന്നെ ഒരു ചെറിയ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ചെയ്തിട്ടുള്ള ഡെക്കറേഷനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. രാവിലെ ചായക്ക് പുട്ടും പഴമായിരുന്നു, അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് സാമ്പാർ, അതേപോലെ തന്നെ ഉപ്പേരി, മീൻ പൊരിച്ചത്, അതൊക്കെ ഉണ്ടാവും. അപ്പം ബർത്ത്ഡേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണില്ല. പിന്നെ മക്കളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം കേക്ക് കട്ട് ചെയ്യുന്നതെന്നുള്ളൂ. ഉച്ചക്കൽക്ക് ബീട്രൂട്ട് ഉപ്പേരും അതേപോലെ തന്നെ സാമ്പാറും മീൻ പൊരിച്ചതൊക്കെ ആക്കാമെന്നാണ് വിചാരിക്കണത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ബർത്ത്ഡേക്ക് വലിയ കാര്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ സാധാ ഫുഡാട്ടെ. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ശനിയാഴ്ചത്തെ വ്ളോഗ് ഇരുന്നത്. അപ്പം വെള്ളിയാഴ്ച നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം ശനിയാഴ്ച സാധാ ഫുഡ് തന്നെ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ നമ്മളുടെ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറെ ആരെയും ക്ഷണിച്ചിട്ടൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ചെറിയൊരു കേക്ക് കട്ടിങ്. പിന്നെ കേക്ക് കട്ട് ചെയ്യുമ്പം ഒരു ഡെക്കറേഷനൊക്കെ ആകുമ്പോൾ കാണാനൊരു രസമാണ്. പിന്നെ മക്കൾക്കൊരു ഇഷ്ടമാവുമല്ലോ അതൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പരിപ്പും അതേപോലെ തന്നെ കഷ്ണങ്ങളൊക്കെ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത്. കാരണം പരിപ്പ് അധികം വേവില്ലാത്ത പരിപ്പാണ്. പിന്നെ അത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ടപ്പം കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് പരിപ്പും കഷ്ണങ്ങളൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് കുക്കറിലിട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത്. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് വേഗം തന്നെ ഉപ്പേരിക്കുള്ള ബീട്രൂട്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ വേഗം എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ ഗ്രേറ്റർ ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇതിലേക്ക് വെണ്ടക്ക ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വെണ്ടക്ക ഒന്ന് വേഗം വഴറ്റിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഡെക്കറേഷൻ ചെയ്യാമെന്നിട്ട് വിചാരിക്കണത്. കാരണം ഇക്കാക്ക് ഡ്യൂട്ടി ഉണ്ട് ഇന്ന്. അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാനായിട്ട്. ഇക്ക വരുമ്പോൾ കേക്ക് കൊണ്ടുവരുള്ളൂ. അപ്പോഴേക്കും വേഗം പണികളൊക്കെ തീർത്തിട്ട് അത് ചെയ്യാമെന്നാണ് വിചാരിക്കണത്. പിന്നെ നമ്മൾ സാമ്പാർ താളിക്കുന്ന സമയത്ത് നല്ല ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതും കൂടുതൽ ഇട്ടുകൊടുക്കുകയെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനിതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം തന്നെ അപ്പുറത്തെ ഗ്യാസിൽ ചോറിനും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉപ്പേരിയും കൂടെ ഉണ്ടാക്കണം. അതേപോലെ തന്നെ മീൻ പൊരിക്കാണ്ട്. മീൻ പിന്നെ ആദ്യം തന്നെ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂടി എടുത്തൊന്ന് പൊരിച്ചെടുക്കണം. ഇനി ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഉള്ളിയും അതേപോലെ തന്നെ പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ബീട്രൂട്ട് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ കൂടെ പോയിട്ട് നമ്മളുടെ ക്ലീനിങ്ങും നടക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിലതും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകും. അതുകൊണ്ട് ഇപ്പോൾ അത് കാണിക്കണില്ല. അപ്പോൾ തേങ്ങ ഒക്കെ ചേർത്തിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത്. ഇതിൽ ചേർത്തിട്ടുള്ള പച്ചമുളക് ഉണ്ടല്ലോ, അത് തീരെ എരിവ് തോന്നിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇതിലേക്ക് ഇടിച്ച മുളകും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ മൂടി വെച്ച് വേവിക്കാനായിട്ട് അതിൻ്റെ കൂടെ തന്നെ മീനും കൂടെ പൊരിച്ചെടുക്കുകയാണ്.
അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കിച്ചണിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇന്ന് കിച്ചണൊന്ന് ക്ലീൻ ചെയ്തിടുക. അതുപോലെ തന്നെ ഹോളോ റൂമൊക്കെ ഒന്ന് തുടക്കാണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കുളിയും അതേപോലെ തന്നെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പം ഞാൻ ഒരു തീമൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ എന്നാണ് വിചാരിച്ചത്. അപ്പം അതിന് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയപ്പോഴാണ് ഈ ഒരു മിന്നി മൗസിൻ്റെ ഒരു ഇത് കണ്ടത്, ബാനർ കണ്ടത് കേട്ടോ. അപ്പോഴെനിക്ക് ചിന്തിച്ചത് എന്നാൽ ഈ ഒരു തീമിൽ അങ്ങോട്ട് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ മക്കൾക്കും ഒരു സന്തോഷമാണല്ലോ, കാണുമ്പോൾ അവർക്കും ഒരു ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കും. അപ്പം ആ ഒരു ബാനർ തന്നെ വാങ്ങിച്ച്, അപ്പോൾ ആ ബാനർ ഹാങ് ചെയ്യാനുള്ള റിബണും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പിങ്ക് ബലൂൺസും വീർപ്പിച്ചെടുക്കുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ ബലൂൺസ് ഡെക്കറേഷൻ്റെ സമയത്ത് യൂസ് ആക്കിയില്ല കേട്ടോ. ജസ്റ്റ് ഒരു സിമ്പിൾ ഡെക്കറേഷനാണ് വിചാരിച്ചത്. അപ്പോൾ എല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ തന്നെ അത്യാവശ്യം കാണാൻ ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ബലൂണ് യൂസ് ആക്കിയില്ല. ഇത് പിന്നെ ഹാങ് ചെയ്യാനായിട്ട് കണ്ടപ്പോൾ ഭംഗി വന്നിപ്പോൾ അങ്ങനെ മേടിച്ചതാട്ടോ. അപ്പം അതിൻ്റെ സൈഡിൽ ഇതുപോലൊരു സ്റ്റിക്കർ ഉണ്ട്. അപ്പോൾ രണ്ട് സൈഡും കൂട്ടി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പം നല്ലൊരു ഷേപ്പിൽ ഇതുപോലെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് നമുക്ക് കളർ പേപ്പർ വെച്ചിട്ടും നമുക്ക് വീട്ടിൽ ചെയ്യാം ഇതേപോലെ. അപ്പോൾ ഇതൊന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് റോണക്കിലിനാട്ടോ. കിച്ചൺ മേക്ക് ഓവറിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോണക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിനെ കുറിച്ചിട്ട് ഇതുപോലെ ചീപ്പ് റേറ്റിന് നമുക്ക് ഇതേപോലെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അവിടെ. ഈ ഒരു പേപ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നതാട്ടോ. പെരുന്നാളിന് എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. അന്ന് എന്തൊക്കെ കാരണം കൊണ്ട് ഡെക്കറേഷനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളുടെ വോളിലേക്ക് ഒട്ടിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ച്, അപ്പോൾ ജസ്റ്റ് ഒരു 2 പേപ്പർ ഫാൻ ഉണ്ടല്ലോ അതുണ്ടാക്കുകയാണ്. ശരിക്കും അത്ര നീറ്റായിട്ടൊന്നല്ല ഉണ്ടാക്കണത്, ജസ്റ്റ് വോളിലേക്ക് എന്തെങ്കിലും ഒട്ടിക്കണമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് 2 പേപ്പർ ഫാൻ ഉണ്ടാക്കുകയാണ്. അപ്പം ഒരെണ്ണം ഇതുപോലെ പകുതിയായിട്ട് ഒരു വലുതുണ്ടാക്കി, 2 എണ്ണം അതേപോലെ തന്നെ 2 ചെറുതും അങ്ങനെ ഉണ്ടാക്കിയിട്ടാ. പിന്നെ നമ്മൾ ടേബിൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ബിസ്ക്കറ്റ്സും അതേപോലെ തന്നെ വേഫറും പിന്നെന്താ ജെല്ലിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ആ ഒരു തീം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫോട്ടോസ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. But I've known you too long, it hurts to watch your blue eyes fade to grey as you fade away. ഇതെങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ ടേപ്പും അതേപോലെ തന്നെ ടൂത്ത് പിക്കും വേണം. ടേപ്പിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക, അതിനുശേഷം പിന്നെ ഒരു ഫോട്ടോ എടുക്കുക. ഫോട്ടോയുടെ ബാക്കിലായിട്ട് ടൂത്ത് പിക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള ഫോട്ടോസും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മോനും കൂടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. മോള് ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ വൈകിട്ടാണ്. അപ്പം പിന്നെ അടുത്തത് ഇനി നമ്മളുടെ ടേബിൾ ഡെക്കറേഷനുള്ള കപ്പ് കേക്ക് അതേപോലെ തന്നെ ബിസ്ക്കറ്റ്സ് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കപ്പ് കേക്കിൻ്റെ മുകളിലായിട്ട് ക്രീം അങ്ങനെയൊന്നും ചെയ്യണില്ല, ജസ്റ്റ് ഇതേപോലെ വെക്കുന്നുള്ളൂ. കാരണം ആർക്കും ക്രീമൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെ ഇതിങ്ങനെ വെച്ചിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ആ ഫോട്ടോ ഉണ്ടല്ലോ ടൂത്ത് പിക്ക് വെച്ചിട്ടുള്ളത്, അത് ഇതുപോലെ ഒന്ന് കൊത്തി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പം ശരിക്കും ആ ഒരു ഫസ്റ്റത്തെ ഒരെണ്ണത്തിന് മേലെ മാത്രമാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പം നമുക്ക് നോക്കുന്ന സമയത്ത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അപ്പം ഈ ഒരു ബിസ്ക്കറ്റ് ഈ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ മക്കൾ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ അവരൊന്ന് സന്തോഷിപ്പിക്കാനായിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർക്കും ഒരു സന്തോഷം തന്നെയല്ലേ.
ഈ ഒരു പാത്രത്തിൽ അതേപോലെ തന്നെ കുറച്ച് ബിസ്ക്കറ്റ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് ബർത്ത്ഡേയുടെ സമയത്ത് എല്ലാ വർഷവും നാട്ടിലാവട്ടാം, അവിടെ ആയിരിക്കും കേക്ക് കട്ട് ചെയ്യുക. പക്ഷേങ്കിൽ ഇവിടെ ഉള്ളപ്പോഴാണ് ഇതുപോലെ പ്രിൻ്റ് ഔട്ട്സ് എടുക്കാനും അതൊക്കെ എളുപ്പമായതുകൊണ്ട് ഇവിടെ ഉള്ളപ്പോഴാണ് ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റാറുള്ളൂ. പിന്നെ അവിടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഉണ്ടെന്നുണ്ടെങ്കിൽ 4 ബലൂൺ ഉണ്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ബാനർ ഉണ്ടായിരിക്കും. ഇതുപോലെ ടേബിൾ ഡെക്കറേഷനും കാര്യങ്ങളും പ്രിൻ്റ് ഔട്ട്സ് എടുത്ത് കട്ട് ചെയ്യലൊക്കെ നടക്കുക ഇവിടെ ഉള്ളപ്പോൾ മാത്രമാണ്. പിന്നെ ഈ ഒരു പ്ലേറ്റിൽ കുറച്ച് വേഫേഴ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടാണ്. പിന്നുള്ളത് ജെല്ലിയാണ്. ജെല്ലി പിന്നെ ഇപ്പം തന്നെ പുറത്തെടുക്കണില്ല, പുറത്ത് വെച്ച് കഴിഞ്ഞാൽ മെൽറ്റാവുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാ ഡെക്കറേഷനും കഴിഞ്ഞിട്ട് ലാസ്റ്റ് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് പുറത്തെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ അടുത്തത് എന്ന് പറയുന്നത് നമ്മളുടെ ആ ബാനറും അതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പേപ്പർ ഫാനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വോളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ ഇവിടെ സൈഡിലൊരു ടേബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടേബിൾ മേലാണ് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കണത്. അപ്പോൾ പിന്നെ ഞാൻ അതിന് മുകളിലായിട്ട് ഒരു വൈറ്റ് ബെഡ്ഷീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വൈറ്റ് കളറാകുമ്പം കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാതും ഇതേപോലെ ടേബിളിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് ലാസ്റ്റ് വലിയ പിക്ചറായതുകൊണ്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നില്ല അവിടെ. അപ്പം ഞാനൊരു ബലൂൺ വെച്ചിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഡെക്കറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മോൾ ഉറങ്ങിയിരുന്നെന്ന് പറഞ്ഞല്ലോ, അപ്പം ഞാൻ അവളെ എണീപ്പിക്കാനായിട്ട് പോയി. എണീപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷമാണ് കേക്ക് കാണിച്ചു കൊടുത്തത്. അപ്പം ഇതാണ് കേട്ടോ നമ്മളുടെ ബർത്ത്ഡേയുടെ കേക്ക്. മോളുടെ പേര് യാറ എന്നാണ്. അപ്പം ഞാൻ ലാസ്റ്റ് നേരത്തെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പിക്ചർ ഉണ്ടല്ലോ, അതിലൊരെണ്ണം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ട്രോബെറിൻ്റെ മേലെ ഇങ്ങനെ കുത്തി കൊടുത്ത് കേക്കും കൂടെ ആ ഒരു തീമിലേക്ക് ആയിക്കോട്ടെ വെച്ചിട്ട് ചെയ്തതാട്ടാം. അപ്പം ഇനി ലാസ്റ്റ് നമുക്ക് ടേബിളൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തേ കാണാം. അപ്പോൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണോ? ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.